നമസ്കാരം. രാമസാഗരത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളും. ഞാൻ അഭിലാഷ് നാരായണൻ, സൃഷ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. ഭാഗവത സപ്താഹ മേഖലയിൽ ആചാര്യ സമ്പ്രദായത്തെ തുടർന്നു വരുന്നു. ഇവിടെ താടകാനിഗ്രഹം രാമായണത്തെ സംബന്ധിച്ചിടത്തോളം അധർമ്മത്തെ ഇല്ലാതാക്കേണ്ടതിൻ്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണി. അധർമ്മത്തെ പിന്തുടരുന്നവരിൽ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള പക്ഷഭേദത്തിൻ്റെ ആവശ്യം ലവലേശമില്ല എന്ന് കൃത്യമായി ഗുരുനാഥനായ വിശ്വാമിത്രൻ ചൂണ്ടിക്കാണിച്ചതോടുകൂടി താടകയെ നിഗ്രഹിച്ചു. അതിനുശേഷം സിദ്ധാശ്രമത്തിലേക്ക് എത്തിച്ചു. യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സമാരംഭിച്ചു. യാഗസംരക്ഷണത്തിന് വേണ്ടി വില്ലുകുലച്ച് രാമലക്ഷ്മണന്മാർ നിലകൊണ്ടു. അങ്ങനെ യാഗത്തിലേക്ക് വിശ്വാമിത്രൻ വിദ്യാമണ്ണം ദീക്ഷകൾ സ്വീകരിച്ച് യാഗത്തിന് സമാരംഭം കുറിച്ചു. യാഗം സമാരംഭിച്ച വേളയിൽ അന്തരീക്ഷമാകെ മാറ്റിക്കൊണ്ട് മലീമസമാക്കിക്കൊണ്ട് ദുഷ്ടന്മാരായ രാക്ഷസ കൂട്ടത്തോടൊപ്പം മാരിജനും സുഭാഗവും വന്നു ചേർന്നു. കയ്യിൽ കരുതിയിരുന്ന മാംസാവശിഷ്ടങ്ങളും അതുപോലെ തന്നെയുള്ള മാലിന്യ വസ്തുക്കളും ഈ യാഗവേദിയിലേക്ക് സിദ്ധാശ്രമത്തിലേക്ക് വലിച്ചെറിയുവാനുള്ള പ്രവർത്തനത്തിലേക്ക് ഈ അസുരന്മാർ മുഴുകി. ഇവിടെ യാഗരക്ഷയ്ക്ക് വേണ്ടി കാവലായി നിലകൊണ്ടിരുന്ന രാമൻ അദ്ദേഹം യാഗരക്ഷയ്ക്കെത്തുമ്പോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നു, ഈ യാഗത്തിലുടനീളം താൻ കണ്ണൻ്റെ ഇമ വെട്ടാതെ കാത്തുകൊള്ളാം, ഈ യാഗത്തിനൊരു വിഘ്നവും താൻ മൂലം ഉണ്ടാവുകയില്ല എന്ന് ദൃഢമായ നിശ്ചയത്തോടെ കാവൽ നിൽക്കുന്ന രാമലക്ഷ്മണന്മാർ തങ്ങളുടെ ആയുധം പുറപ്പെടുവിക്കുകയാണ്. അവരുടെ ശരവർഷം കൊണ്ട് തന്നെ മാരിജ സുഭാഗുവിനോടൊപ്പം എത്തിച്ചേർന്ന രാക്ഷസ ഗണങ്ങളെല്ലാം തന്നെ മരണപ്പെട്ടു. സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അസ്ത്രപ്രയോഗത്താൽ സുഭാഗു തൽക്ഷണം മരണമടഞ്ഞു. മാരിജനാകട്ടെ 100 യോജന ദൂരെ സാഗരത്തിൻ്റെ തീരത്തേക്ക് ചെന്ന് തെറിച്ചു വീണു അസ്ത്രപ്രയോഗത്താൽ. ഇവിടെ നമുക്കൊരു സംശയമുണ്ടാവുക സ്വാഭാവികമാണ്. മാരിജനും സുഭാഗുവും രണ്ടുപേരും ഒരേ കണക്ക് അധമ പ്രവൃത്തിയല്ലേ ചെയ്തത്. എന്നിട്ട് സുഭാഗുവിനെ നിഗ്രഹിച്ച രാമൻ എന്തിനാണ് മാരിജനെ വെറുതെ വിട്ടത്? ഈ മാരിജൻ പിന്നീടും രാമായണത്തിൽ നമുക്ക് വീണ്ടും കാണാം. സീതയെ അപഹരിക്കാൻ രാവണൻ വരുന്ന വേളയിൽ മാരിജനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ രാമൻ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ മാരിജനെ നിഗ്രഹിക്കാതെ വെറുതെ വിട്ടത്? രണ്ടുപേരിൽ ഒരാൾക്കൊരു നീതിയും മറ്റൊരാൾക്ക് മറ്റൊരു നീതിയും എന്തിനാണ് മാറ്റിവെച്ചത്? ഇവിടെ ഒരു ലോക വ്യവഹാരത്തെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് മുന്നിൽ 2 തരത്തിലുള്ള അവസ്ഥകളെയാണ് സംജാതമാക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, തെറ്റ് തിരുത്തുവാനുള്ള അവസരം നൽകണം. മറ്റൊന്ന്, തെറ്റ് തിരുത്തില്ല എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവനെ തന്നെ ഇനി തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പരിപൂർണമായി അവനെ ഇല്ലാതാക്കണം. ചിലരങ്ങനെയാണ്. തെറ്റുകൾക്ക് അവർക്ക് യാതൊരു അന്ത്യവും ഉണ്ടാവുകയില്ല. ശിക്ഷ എന്നത് എന്തിനാണ്? ശിക്ഷ തെറ്റു ചെയ്തതിൽ നിന്ന് ഒരു പ്രായശ്ചിത്തത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരാനാണ്. അല്ലാതെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ എന്നും അധർമ്മിയാക്കി അവരെ നിലനിർത്താനല്ല ശിക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലുമൊക്കെ പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ടവരെ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അവരെ പുറത്തു വിടും. എങ്ങനെയുള്ളവരെ ആ പുറത്തു വിടാത്തത്? ഒരിക്കലും നന്നാവില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരെ പുറത്തു വിടാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ 2 ബോധത്തെയും വളരെ കൃത്യമായി രാമൻ ഒരു രാജാവിൻ്റെ ധർമ്മം എന്നുള്ള നിലയിൽ, രാജാവാണല്ലോ ആ കാലഘട്ടത്തിൽ ശിക്ഷ നടപ്പിലാക്കുന്നത്, അവിടെ രാമൻ കാട്ടിത്തരുകയാണ്. ഇവിടെ മാരിജനെ ശിക്ഷ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ മനസാന്തരം വരും. ആ മാനസാന്തരത്തിന് വേണ്ടി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. എന്നാൽ ശിക്ഷയ്ക്ക് കൊടുക്കുകയും ചെയ്തു. 100 യോജന ദൂരെ വരെ ഭയത്തോടുകൂടി ചെന്ന് പതിക്കുന്ന ആഘാതത്തിൽ മാരിജൻ എത്തപ്പെട്ടു. അപ്പോൾ മാരിജൻ അതോടുകൂടി രാമൻ്റെ ശക്തി മനസ്സിലാക്കി. അധർമ്മത്തിലേക്ക് താനിനി പോയാൽ ആ രാമൻ്റെ കരുത്തിന് മുന്നിൽ തൻ്റെ അധർമ്മം ഇല്ലാണ്ടാകും, തൻ്റെ നാശം തന്നെ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞു. അതോടുകൂടി മാരിജൻ മനഃശുദ്ധി വന്ന വ്യക്തിയായി മാറി. തുടർന്നുള്ള കാലം മാരിജൻ അസുരനായിട്ടാണ് ജനിച്ചതെങ്കിലും രാക്ഷസീയമായ ഗുണങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മാരിജൻ ഒരു തപോനിഷ്ഠനായി മാറുന്ന മാരിജനെയാണ്
നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. മാരീചന് അങ്ങനെ മാറ്റമുണ്ടായി. സുബാഹുവാകട്ടെ മാറ്റത്തിന് വിധേയമാവില്ല എന്ന് രാമന് കൃത്യമായി അറിയാം. അതുകൊണ്ട് സുബാഹുവിനെ നിഗ്രഹിച്ചു. അപ്പോൾ ആ നിലയിൽ രണ്ട് തരത്തിലുള്ള ധർമ്മബോധത്തെയും നമുക്ക് കാട്ടിത്തരുകയാണ്. അങ്ങനെ ആ ധർമ്മബോധത്തെ പങ്കിടുന്ന തരത്തിൽ സിദ്ധാശ്രമത്തിലെ യാഗരക്ഷ നടത്തി. അവിടെ അതീവ സന്തുഷ്ടനായി മാറിയ വിശ്വാമിത്രൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങി. കർത്തവ്യ കർമ്മബോധത്തിൽ അണുകിട വ്യതിചലിക്കാതെ ഭയാശങ്കകളില്ലാതെ സ്വന്തം കർത്തവ്യം എങ്ങനെ നടത്തണമെന്നത് ബാല്യകാലത്ത് തന്നെ രാമൻ നമുക്ക് കാട്ടിത്തരുകയാണ്. ഭയവും ആശങ്കകളും അജ്ഞാനികൾക്കുണ്ടാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭയവും ആശങ്കകളും ഇല്ലാതെ കർത്തവ്യനിരതനായി ജീവിതത്തിൽ നിലനിൽക്കുന്നവന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ അഹങ്കാരത്തെ ഇല്ലാതാക്കി, സുബാഹുവിനെ ഇല്ലാതാക്കി, അവിദ്യയെ പരിവർത്തനം ചെയ്ത് വിദ്യയിലേക്ക് എത്തിക്കുവാൻ മാരീചനെ ശിക്ഷണത്തോടുകൂടി ആ പരിവർത്തനത്തിലേക്ക് അയച്ചു. ഇങ്ങനെയുള്ള ഭാവത്തിലും നമുക്ക് ആ കഥയെ നോക്കിക്കാണാൻ സാധിക്കും. അങ്ങനെ യാഗരക്ഷ നടത്തിക്കൊണ്ട് ലോകരക്ഷകനായ ശ്രീരാമൻ, ധർമ്മയുക്തനായ ശ്രീരാമൻ നമുക്ക് മാതൃക കാട്ടിത്തരുകയാണ് രാമായണത്തിലൂടെ. ഈ രാമസാഗരത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇത് ശ്രമിക്കുവാനും ഇത് പിന്തുടരുവാനും ഫോളോ ചെയ്യുവാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നിർത്തുന്നു. നമസ്കാരം.